ഖബറും അങ്ങനെ. ഖബർ തന്നെ രണ്ടു ജാതിയാണ്. മയ്യത്ത് കട്ടിൽ രണ്ട് ജാതിയാണ്. ഖദ്ദിമൂനി ഖദ്ദിമൂനി. ഈ ദിവസങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന അടിസ്ഥാനത്തിലാണ്. മയ്യത്ത് കട്ടിൽ രണ്ട് ജാതിയാണ്. ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകൂ, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകൂ, വേഗം കൊണ്ടുപോകൂ, വേഗം കൊണ്ടുപോകൂ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളവരിൽ നടന്നു. ആളുകൾ ചോദിച്ചു, നബിയെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? മുസ്തഫ റസൂലുള്ളാഹി പിന്നീട് മറുപടി പറഞ്ഞു, മലക്കുകളുടെ തിരക്ക് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് ഹബീബായ നബി. അതിനുവേണ്ടി മലക്കുകളുണ്ട് ഇറങ്ങി. അത്രമാത്രം മലക്കുകളുണ്ടായിരുന്നു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മയ്യത്ത് കൊണ്ടുപോകൽ രണ്ട് ജാതിയാണ്. ഖബർ രണ്ട് ജാതിയാണ്. ഒന്ന് ഇമ്മാ ജന്നത്തും ഒന്ന് സ്വർഗത്തിലെ ഏറ്റവും വലിയ ഏറ്റവും സമുന്നതമായ ഒരു പദവിയാണ്. അല്ലെങ്കിൽ ഹുഫറത്തും മിൻ ഹുഫരിന്നാർ. ഒന്നിരിക്കൽ സ്വർഗീയ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫരിന്നാർ. ഒന്നിരിക്കൽ സ്വർഗീയ പൂന്തോപ്പാണ്, അല്ലെങ്കിൽ അത് ഏറ്റവും വലിയ നരകക്കുണ്ടാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അനുഭവം രണ്ടാണ്. ഒന്ന് ശിക്ഷയുടേതാണ്. യസ്മഉഹു അഹ്ലുസ് സമാഇ വൽ അർളി ഇല്ല സഖലൈൻ. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ആകാശത്തുള്ള എല്ലാ വസ്തുക്കളും ഖബറാളിയുടെ ശിക്ഷ കേൾക്കുന്നുണ്ട്. ഇല്ല സഖലൈനി, മനുഷ്യനും ജിന്നുമല്ലാത്തവരെല്ലാം എന്ന് ഹബീബായ നബി. അങ്ങനെയാണ്. അതൊക്കെ ഈ ദിവസങ്ങൾ എങ്ങനെ എന്ന അടിസ്ഥാനത്തിലാണ് ചിന്തിക്ക. ഇവിടെ പറയണൊക്കെ നടപ്പിലാക്കണോ വേണ്ടേനോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ചിന്തിക്കണം, പറയണതൊക്കെ മനസ്സിലാക്കാം, ചിന്തിക്കാം, ഇനിയും ഏടുകൾ നോക്കി പഠിക്കാം. പക്ഷെ എന്തിനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. നമുക്ക് ബോധം തരട്ടെ എന്നാണ്. ശിക്ഷ കൊണ്ട് ലോകം മുഴുവൻ ആ ശിക്ഷ കേൾക്കും, എല്ലാവരും കേൾക്കും. ഒന്ന് നംകനൗമത്തിൽ അറൂസ്, ഒന്ന് നംകനൗമത്തിൽ അറൂസ്, നംകനൗമത്തിൽ അറൂസ്. ശരിക്കണം കേട്ടോ. അർത്ഥം പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നംകനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ എന്ന് നാമമാത്രമായ ചോദ്യത്തിന് ശേഷം അയാളോട് പറയപ്പെടും. എന്തിനാ പുതിയാപ്പിളയുടെ ഉറക്കം? പുതിയാപ്പിളയുടെ ഉറക്കം എന്ന് പറയുന്നത് തൻ്റെ സഹധർമ്മിണിയെ, തൻ്റെ പുതുമണവാട്ടിയെ തൻ്റെ ശരീരത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടി ഏറ്റവും സമൂഹനമായി ഉപയോഗപ്പെടുത്തിയതിന് ശേഷമുള്ള ഉറക്കമാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഹൂറിൻ ഐനിനെ ഉപയോഗപ്പെടുത്തുക എന്നത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഖബറിൽ നൽകുമെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നംകനൗമത്തിൽ അറൂസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. പുതിയാപ്പിളയുടെ ഉറക്കം എന്നാ പറഞ്ഞിട്ടുള്ളത്. വളരെ മനസ്സിലാക്കണം. പുതിയാപ്പിളയുടെ ഉറക്കം എന്ന് പറയുന്നത് പുതുമണവാട്ടിയെ തൻ്റെ ശരീരത്തിന് വേണ്ടി സ്വീകരിച്ചതിന് ശേഷമുള്ള ഉറക്കമാണ്. അള്ളാഹു നമുക്കൊക്കെ അത് തരട്ടെ. അള്ളാഹു എല്ലാവർക്കും അത് തെരുമാറാകട്ടെ. ഒന്ന് ലീഖുൽ ഖബറാണ്, ലഗ്തത്തുൽ ഖബറാൻ. ഹത്താ തഖ്തലിഫ അല്ലാഹു, അവന്റെ വാരിയല്ലുകൾ തിങ്ങിക്കൂടുകയാണ്, പരസ്പരം കൂടുകയാണ്. ഒരു ഖബറോ യുമദ്ദു ലഹുൽ ഖബറു മദ്ദ ബസ്വരിഹി, കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും അങ്ങനെയാണ്. കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും ഖബറിന്റെ വിശാലമായ ലോകത്ത് കിടക്കുക. ഒരിടത്ത് ഒറ്റക്ക് നരകത്തിന്റെ ശിക്ഷ ഖബറിൽ അനുഭവിക്കുകയാണ്. ഒരിടത്ത് ഒരാളിങ്ങനെ കയറി വരുന്നതാണ്. ഒറ്റക്ക് കിടക്കുകയാണ്, നല്ല റാഹത്തുള്ള ലോകമാണ്. എങ്കിലും ഒറ്റക്ക് കിടക്കുമ്പോൾ ഒരു വർത്താനം പറയാൻ ആളില്ല. ഒരാളിങ്ങനെ കയറി വന്നു. ആരാന്ന് ചോദിച്ചു. മനാൻസ് ആരാന്ന് ചോദിച്ചു. കയറി വന്നപ്പോൾ ഖബറിലേക്ക് ഒരാളുണ്ട്. ഖബറിൽ കിടക്കുന്ന ഒരാളടുത്തേക്ക് ഒരാളിങ്ങനെ കയറി വരുന്നു. ആരാണ്? നീയെ മനാൻസ് ഒമിനാൻസ്, ആരായിയെ, എവിടുന്നായി വരുന്നതെന്ന് ചോദിച്ചു. ഈ കിടക്കണ മനുഷ്യൻ, എന്റെ ഖബറല്ലേ, എന്തിനാ അങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അമാ തഅരിഫുനി അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലക, നീ രാത്രി ഉറക്കമൊഴിവാക്കി ഓതിയ ഖുർആനാണ് ഞാനെന്ന് വന്ന മനുഷ്യൻ പറയും. എനിക്ക് അല്ലാഹു ശാരീരികാവസ്ഥ നൽകിയതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരവസ്ഥയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
വളരെ ചിന്തിക്കണം. പിന്നെ അതിൻ്റെ അങ്ങോട്ട് ശേഷം പോയാലുള്ള അവസ്ഥ പറയുകയും വേണ്ട. ഒന്ന് 3000 കൊല്ലമാണ് സിറാത്ത് പാലം കടക്കേണ്ടത്. എന്നാൽ ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് അത് 2 റക്അത്ത് നിസ്കരിക്കും പോലെ എളുപ്പമാകും. 3000 കൊല്ലം ഖബറിൽ കിടക്കേണ്ട വിഷയം, 3000 കൊല്ലം ഖബറിൽ കിടക്കേണ്ട കാര്യം 2 റക്അത്ത് നിസ്കരിക്കും പോലെ എളുപ്പമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. മഹ്ശറയുടെ കാര്യം പറയുകയും വേണ്ട. മഹ്ശറ ഒരു മുഅ്മിനായ മനുഷ്യന്, ഈമാൻ പൂർത്തിയായ മനുഷ്യന് അവന്റെ ദറജ ഏറ്റവും ചെറിയ ദറജയാണെങ്കിൽ പോലും മാ ബൈനൽ അസ്രി ഇലൽ ഇശാ ഖാല റസൂലുള്ളാഹി, അങ്ങനെ ഉണ്ടാവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്തഫ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യന്റെ ഖബർ, ഒരു മനുഷ്യന്റെ മഹ്ശർ, ഒരു മനുഷ്യന് ഈമാനികമായ ദറജ എത്ര കമ്മിയായി പോയ ദറജയാണെങ്കിൽ പോലും മാ ബൈനൽ അസ്രി ഇലൽ ഇശാഇ, അസ്ർ തുടങ്ങിയിട്ട് ഇശാ ആകുന്നതിന്റെ ഇടയിൽ അയാളുടെ മഹ്ശറ കഴിയും, എത്രയും താഴേക്കടയിലുള്ള ആള് പോലും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ ജീവിതം വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതമാണ്. ഈ ജീവിതം അതിപ്രധാനപ്പെട്ട ഒരു ജീവിതമാണ്. മറ്റുള്ളതിനെ മുഴുവനും നിയന്ത്രിക്കുന്നത്, സ്വർഗത്തെയും നരകത്തെയും നിയന്ത്രിക്കുന്നത്, ഒരാൾക്ക് സ്വർഗമാണോ നരകമാണോ എന്നറിയിക്കുന്നത് മുഴുവനും ഈ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ജീവിതമാണ് അതിൻ്റെ അടിസ്ഥാനം. ഒരു ഹദീസ് എഴുതി വെച്ചോളൂ. അത് ഈ ദിവസങ്ങളാണ് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്, അവ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ശ്രദ്ധിക്കുക. ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് ഇബ്നു അബ്ബാസ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ യൗമിൻ ينشق فجره إلا وينادى يا ابن آدم أنا خلق جديد وعلى عملك شهيد فتزود مني فإني لا أعود. ഇമാം ബൈഹഖി തന്റെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിന്തിക്കണം. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രഭാതോദയമുണ്ടാകുന്ന എല്ലാ ദിവസങ്ങളും ഇല്ലാ വയുനാദ, വിളിച്ചു പറയപ്പെടാത്ത ഒരു ദിവസവുമില്ല. ആ പ്രഭാതങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. യബ്ന ആദം, ആ ദിവസം തന്നെ വിളിച്ചു പറയുന്നുണ്ട്, ഏ മനുഷ്യ, അനാ ഖൽഖുൻ ജദീദ്, ഞാൻ ഒരു പുതിയ ആളാണ്, ഞാൻ മുമ്പുണ്ടായിട്ടില്ല, ഇങ്ങോട്ടുണ്ടാവില്ല, ഞാൻ ഇന്നത്തെ ഒരാളാണ്. ചരിത്രത്തിൽ ഞാൻ മുമ്പുണ്ടായിട്ടില്ല, ഇങ്ങോട്ട് ഉണ്ടാവും. അനാ ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ ആളാകുന്നു. വഅലാ അമലിക ഷഹീദ്, നിന്റെ അമൽ എന്തൊക്കെയാണെന്ന് നേരിട്ട് കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ് ഞാൻ. വഅലാ അമലിക ഷഹീദ് ഫതസവ്വദ് മിന്നി, അതുകൊണ്ട് എന്നെ ഉപയോഗപ്പെടുത്തി നീ പരമാവധി അമലിനെ കൂട്ടുക. ഫഇന്നീ ലാ അഊദ്, ഇനി ഒരിക്കലും ഞാൻ മടങ്ങി വരികയില്ല എന്ന് ഓരോ ദിവസങ്ങൾ തന്നെ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ വിളിച്ചു പറയുന്നുണ്ട്. ആ കിഴക്കൻ ചക്രവാളത്തിൽ രാവിലെ ചക്രവാളത്തിലെ സൂര്യൻ്റെ അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖി തന്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അത് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോകരുത്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഇസ്ഫഹാനി തങ്ങൾ തന്റെ ഹില്യത്തിൽ രേഖപ്പെടുത്തിയ പ്രഗൽഭമായ ഒരു ഹദീസ്, ഇത് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിലും രേഖപ്പെടുത്തുന്നുണ്ട്. വേറൊരു റിവായത്ത് عن ابن مسعود رضي الله عنه ما ندمت على شيء ندمي على يوم غربت شمسه. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗർബത ശംസുഹു, സൂര്യൻ അസ്തമിക്കുന്ന നേരത്തുള്ള ഖേദം പോലെ എനിക്കെന്റെ ജീവിതത്തിൽ ഒരു ഖേദമേ ഉണ്ടായിട്ടില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഖേദം ഉണ്ടാവുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. എന്തുകൊണ്ട്? നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി,
നഖസ ഫീഹി അജലി, എൻ്റെ ഒരു ദിവസം കഴിഞ്ഞല്ലോ, വലം യസിദ് ഫീഹി അമലി, എൻ്റെ അമല് കൂടിയിട്ടുള്ളല്ലോ എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ ഖേദിക്കാറുണ്ടെന്ന്. ആരാ പറയണെന്നറിയോ? സയ്യിദ്നാ ഇബ്നു മസ്ഊദ്. നോക്കൂ നിങ്ങൾ, ആ മനുഷ്യൻ പേടിച്ച് കരഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം, ആരാ ഇബ്നു മസ്ഊദ് തങ്ങൾ? ഇബ്നു മസ്ഊദ് തങ്ങൾ അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായ ഖുർആൻ ഓതിയത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഉറക്കെ ഉറക്കെ ഉറക്കെ. അർ-റഹ്മാനു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. കഅബാലയത്തിൽ ചാരി നിന്നാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയത് സ്വഹീഹുൽ ബുഖാരി. ആളുകൾ അദ്ദേഹത്തെ അടിച്ചു, മർദ്ദിച്ചു, ചവിട്ടി, ബോധം കിട്ടു. മഹാനായ ഇബ്നു മസ്ഊദ്, ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പോലും ഖേദം വരാറുണ്ട്. ഒരു മഗ്‌രിബ് ആവുന്ന നേരത്ത് റബ്ബേ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു പോയല്ലോ, എൻ്റെ അമല് കൂടിയില്ലല്ലോ റബ്ബേ എന്നാലോചിച്ച് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖേദിക്കാറുണ്ട്. എന്തിന്? ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്, യതഹസ്സറു ബിനു ആദമ യൗമൽ ഖിയാമ അൻ സഅത്തിൻ ലം യദ്കുരില്ലാഹ ഫീഹാ. മഹ്ശറിൽ നിൽക്കുന്ന നേരത്തെ മനുഷ്യന്മാർക്ക് ഒരൊറ്റ ഖേദം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാഹുവേ ദുന്യാവിൽ എൻ്റെ ആയുസ് തീർന്നിരുന്നല്ലോ, അന്ന് എനിക്ക് ആ ദിവസങ്ങളും രാത്രികളും ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നായിരിക്കും. യതഹസ്സറു ബിനു ആദമ യൗമൽ ഖിയാമത്തി അൻ സഅത്തിൻ, ഓരോ ദിവസത്തിൽ രാത്രിയിലും പകലിലും കടന്നു പോകുന്ന മണിക്കൂറുകളെ കുറിച്ചാണ് മനുഷ്യൻ അന്ന് ഖേദിക്കുക. ഇബ്നു ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടും ചെയ്യും, ഇവിടുന്ന് തന്നെ ബോധ്യപ്പെടും, മഹ്ശറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ടാണ് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ തരാം, എല്ലാം തരാം, ഒരൽപ്പം. ഇലാ അജലിൻ ഖരീബ്, ആ ആയത്തിന്റെ രസം ഇലാ അജലിൻ എന്നല്ല പറഞ്ഞത്, ഇലാ അജലിൻ ഖരീബ്. ഖരീബ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അയാൾക്ക് ലഭിക്കുമെന്ന് തോന്നണമൊക്കെ അയാൾക്ക് ഖരീബാണ്. ഖരീബ് എന്ന് പറയുന്ന ഒരു പരിധി പറയാൻ കഴിയില്ല, അത്ര അതൊക്കെ ഖരീബാ. ഉദാഹരണം, ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം ബോംബെ കേരളത്തിലേക്ക് ഖരീബാണ്, അങ്ങനെയാണല്ലോ അല്ലേ? ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം ബോംബെ കേരളത്തിലേക്ക് ഖരീബാണ്. മൂത്തേടത്തുകാരെ സംബന്ധിച്ചിടത്തോളം കരിപ്പൂര് ബോംബെയേക്കാൾ ഖരീബാണ്, കോഴിക്കോട്ടേർക്കും ഖരീബാണ്. മീൻചന്ത, ആ ബൈപ്പാസിലെ മീൻചന്ത എന്ന ആ പറഞ്ഞ ആ സ്ഥലം അത് കരിപ്പൂരിനേക്കാൾ ഖരീബാണ്, അതും ഖരീബാണ്. അരയിടത്ത് പാലവും ഖരീബാണ്. നമ്മളെ വേദിയുടെ ഈ തുടക്കം അത് ഖരീബാണ്, ആ കൗണ്ടർ വെച്ച സ്ഥലം അത് ഖരീബാണ്. താഴെ ഇതും ഖരീബാണ്, 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 ഒക്കെ ഖരീബാണ്. അതായത് നോക്ക്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരാളോട് ഒരാൾ ചോദിക്കുന്നൊക്കെ 100 രൂപ ഉണ്ടാന്ന് പറഞ്ഞു, 100 രൂപ തരില്ല എന്നാണ്, ഒരു 50 രൂപ ഉണ്ടാകും, 50 രൂപ തരില്ല, ഒരു 10 രൂപ ഉണ്ടാകും, 10 രൂപ തരില്ല എന്നാണ്, 1 രൂപ ഉണ്ടാകും, 1 രൂപ തരാൻ പറ്റില്ല, 50 പൈസ ഉണ്ടാകും, 50 പൈസ തരാൻ പറ്റില്ല, എന്തെങ്കിലും കൊണ്ടാകും. മനസ്സിലാവുന്നില്ലേ? എന്നതുപോലെ എന്തെങ്കിലും എന്നതിന്റെ അർത്ഥം പഠിച്ചോനെ ഒരു സെക്കൻഡ് കൊണ്ടാണ് വരെ അതിലർത്ഥമുണ്ട്. സെക്കൻഡിന്റെ വില. ടൈം പാസിന് വേണ്ടിയല്ലേ കൈമ കെട്ടിയിട്ട് റൊണാൾഡോനെ മൂക്കിൽ നോക്കി ഇരുന്നിരുന്നത് 1.5 മാസം മുമ്പ്? ആലോചിച്ചോ, എൻ്റെ മൂക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞി കയറുമ്പോൾ ബോധമുണ്ടാവും, ബോധമുണ്ടാവില്ല. ഇപ്പോൾ
ഇവിടെ കുറേ ആളുകൾക്ക് ഭ്രാന്താന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മൾ കാലത്തിനോട് യോജിക്കാത്ത ആളുകളാണ്. നിനക്ക് നിൻ്റെ വലിയ ബുദ്ധിസഞ്ചി തൂക്കിയ ആളുകൾ കൂട്ടിയിട്ട് ഈ 10 പേർക്കാണ് ഈ മുസ്ലിംമാർക്ക് കാലത്തോട് യോജിക്കാത്ത മുസ്ലിംമാരാണ്, അവർക്ക് ബോധമില്ലായിട്ട് നിനക്കിപ്പോൾ തോന്നുകയാണ്. മൂക്കിലേക്ക് പഞ്ഞട് കയറുമ്പോൾ മനസ്സിലാവും ഒരു സെക്കൻഡിന്റെ വില. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫസദ്ദഖ. ഒരു സെക്കൻഡ് തരികയാണെങ്കിൽ ഞാൻ കൊടുത്തോളാം. എന്ത് കൊടുത്തോളാം? എന്ത് കൊടുത്തോളാം? എന്ത് കൊടുത്തോളാം? എന്ത് കൊടുത്തോളാന്ന് വെച്ചാൽ എന്താണോ അതിന് പകരം വേണ്ടത് ഒക്കെ കൊടുത്തോളാം. എന്റെ കയ്യിലൊക്കെ വേണോ തരാ. ഒരു സെക്കൻഡ്. അല്ലാഹു പറഞ്ഞു വലാ എന്നല വലയു അഖിറല്ലാഹ ലൻ ലൻ നഫി അൽ അബദി, ശാശ്വതമായ നഫി. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഈ ദിനരാത്രങ്ങൾ തീർന്നു പോയാൽ പിന്നെ മടക്കി തരുന്ന വിഷയമേ ഇല്ല. ഇത് മടക്കി തരുന്ന പ്രശ്നമില്ല, ഇത് മടക്കി തരുകയില്ല. വലൻ വല എന്നല്ല, വലൻ 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 യുഅഖിറല്ലാഹു നഫ്സൻ. നിങ്ങൾ കേൾക്കണോ നരകത്തിന്റെ അവസ്ഥ എന്താ? നരകത്തിൽ ആകെ മനുഷ്യന് കൊടിയുള്ളത് ഇന്നത്തെ ഈ ദിവസത്തെ കുറിച്ചാവുന്നു. റബ്ബേ, ഞങ്ങളോട് സത്യം പറയാം, നിങ്ങൾ എൻ്റെ നാവുന്നതാ, ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് പോലെ സ്വീകരിക്കുമെന്ന് എനിക്കറിയൂല. ഇത്ര വലിയ ആശയം അവിടെ ഖുർആൻ പറയുന്നത്. നരകത്തിൽ കടന്ന് അവർ അലമുറ കൊള്ളും. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹ. അല്ലാഹുവേ, സാലിഹായ അമലിലേക്ക് ഞങ്ങളെ പുറത്താക്കിക്കൊണ്ട എന്ന് പറഞ്ഞാൽ ദുന്യാവിലേക്ക് മടക്കിക്കൊണ്ടാണ്. കാരണം സ്വാലിഹായ അമലിന്റെ ലോകം മഹ്ശറല്ല, ദുന്യാവുന്നു. ദുന്യാവ് ഒന്നുകൂടി കൊണ്ട നഅമൽ സ്വാലിഹ ഗൈറല്ലദീ കുന്നാ നഅമൽ. ആ പ്രയോഗം ഗൈറല്ലദീ കുന്നാ നഅമൽ. നീ ഞങ്ങൾക്ക് അവസരം നൽകിയപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതല്ലാത്ത പ്രവർത്തനം നല്ലതു തന്നെ. നീ അവസരം നൽകിയപ്പോൾ ഞങ്ങൾ നല്ലത് ചെയ്തില്ല, അതല്ലാത്ത നല്ലതു തന്നെ ഞങ്ങൾ ചെയ്തു കൊള്ളാം. റബ്ബനാ വഹും യസ്തരിഖൂന ഫീഹാ. അലമുറ കൊള്ളും നരകത്തിൽ കടന്നിട്ട് നരകവാസികൾ. അല്ലാഹുവേ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹ ഗൈറല്ലദീ കുന്നാ നഅമൽ. ശരി, ഞാൻ മറുപടി മുനാഫിഖൂനിലെ അതേ മറുപടി വേറെ രൂപത്തിലാണ് മാത്രം. മറുപടി എന്താ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറു വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. അവലം നുഅമ്മിറുകും, ഞാൻ നിങ്ങൾക്ക് ചില ദിനരാത്രങ്ങൾ നൽകിയില്ലായിരുന്നോ? മാ യതദക്കറു ഫീഹി മൻ തദക്കറ, നന്നാവണമെന്ന് ബോധമുള്ളവന് ആ ദിനരാത്രങ്ങളിൽ തന്നെ നന്നാവാമായിരുന്നല്ലോ. നന്നായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഫദൂഖൂ, ഇനി അനുഭവിച്ചു കൊള്ളുക. ഫമാ ലിൽളാലിമീന മിൻ നസീർ, നിങ്ങളെപ്പോലത്തെ അക്രമികൾക്ക് യാതൊരു സഹായവും ഇല്ല. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരലോകത്ത് എന്നാൽ ഏറ്റവും വലിയ കൊതി ഈ ലോകമായിരിക്കും. ഭയങ്കരമാണ്. എന്തിന് മുഅ്മിനീങ്ങളെ, എന്തിന് മുഅ്മിനീങ്ങളെ? സാലിഹ് അസ്ലഹിനെ കാണുമ്പോൾ ദുന്യാവിന് കൊതിച്ചു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. സാലിഹായ മനുഷ്യനെ കൊതിക്കും. അസ്ലഹിനെ കാണുമ്പോൾ, ഇവനേക്കാൾ സാലിഹായ മനുഷ്യനെ കാണുമ്പോൾ റബ്ബേ ഒന്നും കൂടി ദുന്യാവ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇയാൾ ഓവർടേക്ക് ചെയ്യൊന്ന് ചിന്തിപ്പോവും. പക്ഷേ ഇനി ചാൻസ് ഇല്ല. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون
നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഉൻ നുസുലം മിൻ ഗഫൂരിർ റഹീം വമൻ അഹ്സനു قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. സൂറത്ത് ഫുസ്സിലത്തെ 30, 31, 32, 33, 34, 35. അല്ലാഹുവിന് വേണ്ടി റബ്ബാണ് ഞങ്ങളെ രക്ഷിതാവെന്ന് പറയുകയും അവിടെ ഉറച്ചു നിലകൊള്ളുകയും ഏത് പ്രതിസന്ധിയുടെ സാഹചര്യത്തിലും അതിനു വേണ്ടി നിലകൊള്ളുകയും ഏത് പ്രശ്നമുണ്ടായാലും അവിടെ തന്നെ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. ഇങ്ങനെയുള്ള ആളുകൾ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരികയും പറയുകയും ചെയ്യും, അല്ലാ തഖാഫു, ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു, മുഷിപ്പിലാകേണ്ടതില്ല, വഅബ്ശിറു ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ഹദീസിന്റെ വ്യാഖ്യാനം, മാ മിൻകും മിൻ അഹദിൻ മിൻ അഹ്ലിൽ ജന്ന ഇല്ലാ യറാ മഖഅദഹു മിനൽ ജന്ന. ഖാല റസൂലുള്ളാഹി, സ്വർഗത്തിൽ തന്റെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ ഒരാളും ഒരു സ്വർഗാവകാശി മരിച്ചു പോവുകയേ ഇല്ല. അതാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞ ആ മയ്യത്തിനോട് ചിരിച്ചോന്ന് എനിക്ക് തോന്നി എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് എനിക്കങ്ങനെ തോന്നുന്നു. അല്ലാമ ഇഖ്ബാൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാപ്പ മരിച്ചോടത്തേക്ക് വന്നു, വാപ്പ ഉറങ്ങി ഇന്ന തമാശയാക്കണോ ഇപ്പം എന്നെ വിളിക്കുമെന്ന് എനിക്ക് തോന്നിയെന്ന് അല്ലാമ ഇഖ്ബാൽ ഒരിടത്ത് പറയുന്നുണ്ട്. നല്ല മനുഷ്യന്മാർക്കൊക്കെ അങ്ങനെയാണ്. അള്ളാഹു ആ കൂട്ടത്തിലൊക്കെ നമ്മെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ.